കണ്ണാടി വെറും രണ്ടെണ്ണ കണ്ണാടി രണ്ടെണ്ണ. ചേട്ടൻ നല്ല അനിയത്തി തന്നെ. ചേട്ടൻ ഇപ്പൊ അരഞ്ഞ് ചമ്മന്തി ആയനെ. അയ്യോ, എന്റെ തെറ്റ് തന്നെ. നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഒരു കുരുടനെ റോഡിൽ വിട്ടിട്ട് എവിടെ തെണ്ടാൻ പോയി? എന്നെ ശകാരിച്ചാൽ മതി. ഞാനാണ്. താനും ശരി തന്നെ. കണ്ണു കണ്ടുടങ്ങി വീട്ടിൽ ഇരിക്കണം. വല്ല വണ്ടിയുടെ ഇടയിൽ പിന്നെ ചാകണം. ക്ഷമിക്കണം, അറിയാതൊരബദ്ധം. മതി മതി, കൊണ്ടുപോണം. സൂക്ഷിച്ചു പോണം. ചേട്ടന് വിഷമം തോന്നുന്നു? ഇല്ല. ഏതായാലും നാളെ മുതൽ ചേട്ടൻ വരണ്ട. ഞാൻ തനിയെ പോയിക്കൊള്ളാം. നിങ്ങളന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആ കോളേജ് ട്യൂട്ടറെ പിന്നെ കണ്ടില്ലല്ലോ. അയാളുടെയും ജയന്തിയുടെയും ജാതകത്തിന് നല്ല പൊരുത്തമുണ്ട്. ഡാക്ടർ സാർ, അത് 10,000-ന് പോയി. എന്തോന്ന്? നമ്മുടെ പേഷ്കാർ അദ്ദേഹം 10,000-ന്റെ ഒരു ചെക്ക് കൈവച്ചു കൊടുത്തു. പിന്നെ ജാതകവും നോക്കിയില്ല, മുഹൂർത്തവും നോക്കിയില്ല, കല്യാണം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഓഹോ, അപ്പോൾ അതും അങ്ങനെ പോയി. ഇവിടെ സ്ഥലം മാറി വന്ന ആ കൊച്ചിക്കാരൻ പോസ്റ്റ് മാസ്റ്ററോ അയാൾ ഇവിടെ വന്ന് കുട്ടിയെ കണ്ടതല്ലേ? അത് 7,000-ന് പോയി. നമ്മുടെ ബാങ്കർ കുറുപ്പ് റാഞ്ചി കളഞ്ഞു. എന്ത് ചെയ്യാം, നമുക്കൊരാൾ വേണമല്ലോ. നിങ്ങളുടെ കയ്യിൽ ആക്കാട്ട് നവാബുണ്ട്, ടിപ്പു സുൽത്താനുണ്ട് എന്നൊക്കെ ഠീക്ക് പറഞ്ഞതുകൊണ്ടായോ? ഞാൻ എന്ത് ചെയ്യും? 10-15 പേരെ ഇതിനകം ഇവിടെ കൊണ്ടുവന്നില്ലേ? അവരൊക്കെ ഇപ്പോൾ ഭർത്താക്കന്മാരുമായി കാണും. ഒരു ബർമാക്കാരനെ കുറിച്ച് നിങ്ങൾ ഇന്നാൾ പറഞ്ഞല്ലോ. ആ കാര്യം പറയാനാ ഞാൻ ഇന്നിവിടെ വന്നത്. അയാൾ ഇന്ന് കുട്ടിയെ കാണാൻ പോയി. ആളെങ്ങനെ? എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, സമ്മതിച്ചാ മതി. വലിയ സ്ഥിതിയൊന്നുമില്ല, കഴിഞ്ഞുകൂടാൻ വകയുണ്ട്. നമ്മുടെ കുട്ടിക്ക് നന്നേ ചേരും. വല്ല തെണ്ടിക്കും പിടിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ജയന്തി എവിടെ? പാടടി പാടടി പെണ്ണേ പുന്നാര പെണ്ണേ പാട് പെണ്ണേ പാട്. അയ്യോ, അമ്മ. ചേട്ടാ, കഞ്ഞി കുടിക്കുന്നില്ലേ? വേണ്ട, എത്ര നേരമായി. തലയിലെ ഞരമ്പുകൾ പൊട്ടുമെന്ന് തോന്നുന്നു. അയ്യോ ചേട്ടാ, ഞാൻ ചെന്ന് ഡാക്ടറെ കൊണ്ടുവരട്ടെ? നാം വിളിച്ച ഏത് ഡോക്ടർ വരാന്? എന്നാ കുറച്ച് മരുന്നെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, ഈ ആ സമയത്ത് നീ എങ്ങും പോകണ്ട, ഇവിടെ ഇരിക്കേ. ചേട്ടാ, കണ്ണുവേദന മാറണ്ടേ? ഒന്നിനും സമ്മതിക്കില്ല. ഇപ്പൊ കുറെ കുറവുണ്ട്. തിളച്ച വെള്ളം കൊണ്ട് നെറ്റിൽ ചൂട് പിടിച്ചാൽ ആശ്വാസം. ചേട്ടാ, ഡാക്ടർ വരുന്നു. വരണം. അത് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ഇതാണ് ഞാൻ ഇന്നലെ തന്ന തുണി. അതിനൊക്കെ തയ്പ്പിച്ചു കഴിഞ്ഞു. കൊള്ളാം. ഈ പുള്ളിയുള്ള ജമ്മ ഇടുമ്പോൾ നിന്നെ ഒരു പുള്ളിമാരായി തോന്നും. എപ്പോഴും എന്താ നാണമാകുന്നു? ഹോട്ടലിൽ പാല് കൊടുത്തെങ്കിൽ പണം അവിടെ ചെന്ന് വാങ്ങിക്കൊള്ളണം. ഇവിടെ എന്ത് കാര്യം? മേലാലി നടക്കിപ്പുറം കടന്നേക്കരുത്, പറഞ്ഞേക്കാം. ഇത്തവണക്ക് ക്ഷമിച്ചിരിക്കുന്നു, പോണം. അഴിഞ്ഞ കൂട്ടങ്ങൾ എന്തിനും തയ്യാറായി നടക്കുകയാണ്. ഡാക്ടർ പരിശോധിച്ചു. ഇഞ്ചക്ട് ചെയ്യാൻ ഇത്രയും മരുന്ന് ഉടൻ വാങ്ങിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. 22 രൂപ വേണം. എന്റെ കയ്യിൽ 2 രൂപയും. ഞാൻ തരാമല്ലോ പുതിയ ചികിത്സയ്ക്ക്. അതും അമ്മണി വന്ന് ചോദിക്കുക. വലിയ ഉപകാരം. അമ്മണിയല്ലേ? അല്ല, നിങ്ങൾ ആരാണ്? ഞാനൊരു അന്ധനാണ്, ക്ഷമിക്കണം. ഞാനും അതെ. ഇരുട്ടത്താണ് നാം കണ്ടുമുട്ടിയത്. കൂട്ടിമുട്ടിയെന്ന് പറഞ്ഞാൽ മതി, കണ്ടില്ലല്ലോ. അത് ശരിയാണ്. എന്താണ് പേര്? നല്ല പേര്. ഈ പേര് പോലെ ആളും സുന്ദരിയാണോ? ഞാൻ എന്റെ മുഖം കണ്ടിട്ടില്ല. ജനിച്ചപ്പോൾ തന്നെ. കാഴ്ച നഷ്ടപ്പെട്ടിട്ട് കുറെ കാലമേ ആയുള്ളല്ലോ. കാഴ്ച വീണ്ടും കിട്ടുമോ? ദൈവത്തിനറിയാം.
സഹോദരി ഒരു കൊച്ചു സുന്ദരിയാണ്. എനിക്ക് ശബ്ദം കേട്ടാൽ അറിയാം. ചേട്ടാ ആ, വരണം. നീ വന്നോ? വനജെ, ഞാൻ പോട്ടെ. വരണം. ചേട്ടാ ആ? ഡോക്ടർ വല്ലതും പറഞ്ഞോ? പറഞ്ഞതൊക്കെ നിന്നോടല്ലേ? എന്നെ പരിശോധിച്ചേ ഉള്ളൂ. എല്ലാം ഭേദമാകും എന്ന് ഡോക്ടർ പറഞ്ഞോ? പറഞ്ഞു. ഈ രീതിയിൽ ഇവിടെ വന്നിട്ടുള്ള പലർക്കും കാഴ്ച കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയായിട്ട് ചികിത്സിച്ചാൽ മതി. ചികിത്സിക്കാൻ പണം വേണ്ടേ? അതൊന്നും ചേട്ടൻ അറിയണ്ട. ഇതിനുവേണ്ടി ഏത് കഷ്ടപ്പാട് സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. കൂലിവേല ചെയ്തെങ്കിലും ഞാൻ പണം ഉണ്ടാക്കും. കഷ്ടം എനിക്ക് വേണ്ടി. ചേട്ടൻ വിഷമിക്കാതിരിക്കണം. അതൊന്നും സാരമില്ല. ചുമ്മാ ഇരിക്കണം, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. ഈ വീട്ടിലെ ഐശ്വര്യദേവത സാക്ഷാൽ മഹാലക്ഷ്മി. ഇരിക്കാമല്ലോ. മുഖസ്തുതി പറയാൻ ഈ മയ്യനാടിനെ ആരും ജയിക്കയില്ല. ഇവിടുത്തെ ആഹാര രീതിയൊന്നും നമ്മുടെ മട്ടിലല്ലായിരിക്കും. അല്ല, അവിടെ എല്ലാം ടാപ്പ് സിസ്റ്റമാണ്. ടാപ്പ്? അതെ മിസ്റ്റർ, ഇവിടെ ഈ ടാപ്പ് തുറന്നാൽ പച്ചവെള്ളം കിട്ടിയല്ലേ, അവിടെ മിക്ക ആഹാര സാധനവും കിട്ടുന്നത് അങ്ങനെ. ഒരു ടാപ്പ് അങ്ങോട്ട് തിരിച്ചാൽ ചെറാന്ന് ചോറ് വന്ന് വീഴും. വേറെ അങ്ങോട്ട് തുറന്നാൽ പട്ടപ്പെട്ടാന്ന് വന്ന് വീഴും പപ്പടം. അവിടെ എല്ലാത്തിനും ടാപ്പ്. ഒരു മുറിയിലിരുന്നാൽ മതി, കുറച്ച് പ്ലേറ്റ് വേണം. എത്ര സൗകര്യം. സംശയമുണ്ടോ? അടുക്കള വേണ്ട, ബാല്യക്കാരൻ വേണ്ട, പലവ്യഞ്ജനം വാങ്ങണ്ട. മിസ്റ്റർ എസ് പി അല്ലേ? അതെ. നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, വിവരങ്ങളൊക്കെ അറിയാം. ഇരിക്കണം. ജയന്തിയെ കൂട്ടിക്കൊണ്ടുവരൂ. എനിക്ക് കാണണം നിർബന്ധമൊന്നുമില്ല. അമ്മയെ കണ്ടാൽ തന്നെ. അമ്മ, പൊട്ടിനകത്തൊരു കുങ്കുമ പൊട്ട് തൊട്ട് കൊള്ളാമോ? അതൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്ന് നീ എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചാൽ നിന്നെ ഞാൻ നിർത്തി പൊരിച്ചു കളയും. ദേഷ്യപ്പെടുന്നെങ്കിൽ ഞാൻ വരുന്നില്ല. വിഷമിച്ചല്ലോ. ദേഷ്യമൊന്നുമില്ല, വാ മോളെ. പിന്നെ അമ്മ എന്നെ പൂരിക്കും ചൂടും എന്നൊക്കെ പിന്നെ പറഞ്ഞ എന്തിനാ? നിന്റെ വിവാഹം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയി. നീ ദേഷ്യപ്പെടുമോ? ഇല്ല മോളെ, വാ. വന്നയാളെ കാണാൻ എങ്ങനെ അമ്മ? പരമയോഗ്യൻ എന്ന് പറഞ്ഞ അമ്പിളി അമ്മാവനെ പോലെ ഇരിക്കും. ഉള്ളതോ? ആ, ജയന്തി എന്നാണ് പേര്. അറിയാം. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിനിയും വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ആലോചിച്ച്. എനിക്കങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. ഒരു ജോലിസിനെ വരുത്തി ദിവസം നിശ്ചയിച്ചുകൊണ്ടാ മതിയെന്നാ. അതും എല്ലാ ദിവസവും എനിക്കൊന്നുപോലെയാണ്. എന്നാൽ ദീർഘിപ്പിക്കണ്ട. ഏറ്റവും ചുരുങ്ങിയ തോതിൽ വളരെ വേഗം ഒന്ന് നടത്തിക്കണേ. ഓഹോ,